എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ പ്രകാശ് വി ജോണാണ്. അദ്ദേഹത്തെ വളരെയേറെ സ്നേഹത്തോടുകൂടെ നമ്മുടെ ഈ ചാനലിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആരാണ് ഈ പ്രകാശ് പി ജോൺ? ഏതാണ് താങ്കളുടെ സംഘടന? ആ സംഘടനയിൽ താങ്കളുടെ റോൾ എന്താണ്? സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ പോക്ക് എങ്ങോട്ടാണ്? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായി നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസിയാണ്. ഞാനൊരു ആത്മായ മുന്നേറ്റം പ്രവർത്തകനാണ്. ഞാൻ അതിരൂപത ആത്മായ മുന്നേറ്റം പ്രവർത്തകൻ എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടത് അതുപോലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നത് എന്നെ സംബന്ധിച്ച് ഏറെ അഭിമാനജനകമാണ്. അതിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും ആ ഒരു അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ കാണുന്നതും അതിൽ നിലകൊള്ളുന്നതും. സഭയില്, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന, എറണാകുളത്തെ വിശ്വാസികളുടെയും വൈദികരുടെയും വിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അന്ന് രൂപതാധ്യക്ഷനും സഭയുടെ തലവനുമായിരുന്ന കർദിനാൾ ആലഞ്ചേരി പിതാവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായപ്പോഴാണ് അതിന്റെ പ്രതിഫലനം എന്ന രീതിയിലാണ് ആത്മായ മുന്നേറ്റം എന്ന പ്രസ്ഥാനം രൂപം കൊള്ളും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭൂമി കുംഭകോണം ലോക ശ്രദ്ധ പിടിച്ചു കുലുക്കിയ, അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവ വികാസമായി തന്നെ ഈ ഭൂമി കുംഭകോണം മാറി. ഒരു സാധാരണ മനുഷ്യനാണ് ഇത് നടത്തിയതെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുമായിരുന്നില്ല, ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല. എന്നാൽ ഇത് നടത്തിയത് സഭാ തലവന്റെ നേതൃത്വത്തിലാണ്, രൂപത അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹം ഒപ്പിട്ടുകൊടുത്താണ് കോടാനുകോടിയുടെ ഭൂമി കുംഭകോണം നടന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയെ സാമ്പത്തികമായി തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മെനഞ്ഞെടുത്ത ഒരു സംഭവമാണ്. വലിയ ഗൂഢാലോചനകളുടെ പരിണത ഫലമാണ് സഭാ തലവന്റെ നേതൃത്വത്തിൽ നടന്ന ഭൂമി കുംഭകോണം. എന്നിരുന്നിട്ട് കൂടി അന്ന് അതിരൂപതയുടെ സഹായമെത്രാന്മാരായിരുന്നവരും പിന്നീട് വൈദിക സമിതിയിലെ വൈദികരും പിതാവിനോട് വളരെ രഹസ്യമായി സ്നേഹ ബഹുമാനാദികളോടെ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, പിതാവേ, എന്താണ് സംഭവിച്ചത്? എന്താണ് പിതാവേ സംഭവിച്ചത്? എന്താണ് ഇന്ന് നമ്മുടെ അതിരൂപത നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി? എന്താണ് ഈ ഭൂമി ഇടപാടിലൂടെ നടന്നത്? പിതാവ് അത് വേണ്ട രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം പൊതുജനം അറിയാതെ നമുക്കിത് എങ്ങനെയെങ്കിലും രമ്യമായി പരിഹരിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാം. ഒരു വേള അദ്ദേഹം തെറ്റ് സമ്മതിച്ചിട്ട് കൂടി പിന്നീട് പലരുടെയും പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ട് നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരവസ്ഥ വരെ കർദിനാൾ ആലഞ്ചേരി പിതാവിൽ നിന്നുമുണ്ടായി. അങ്ങനെ കേസുകൾ പലതായി. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് കർദിനാൾ ആലഞ്ചേരിയുടെ പേരിൽ ഏതാണ്ട് 17ഓളം കേസുകൾ സിവിലായും ക്രിമിനലായും കോടതികളിൽ ചേക്കി. തീർത്തും ഞാൻ നിരായുധനായി എന്ന് വ്യക്തമാക്കപ്പെട്ട സാഹചര്യത്തിൽ, അഴി എണ്ണേണ്ടി വരും എന്ന് കൃത്യമായും ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിടിച്ചു ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് സഭയുടെ ആണിക്കല്ലിളക്കുന്ന വിശുദ്ധ കുർബാനയിൽ കയറി പിടിച്ചത്. അതും എങ്ങനെയാണ്? കാനൻ ലോ അനുശാസിക്കുന്നതനുസരിച്ച് സഭയെ ഇളക്കി മറിക്കുന്ന വലിയ വലിയ സംഭവ വികാസങ്ങളുടെ തീരുമാനമെടുക്കണമെങ്കിൽ സഭയിലെ മെത്രാന്മാർ ഒരുമിച്ച് കൂടി ഫിസിക്കൽ മീറ്റിംഗ് നടത്തണം. അങ്ങനെ ഫിസിക്കൽ മീറ്റിംഗിൽ ഏകകണ്ഠമായ അഭിപ്രായം സംജാതമാകണം. ഒരാൾ പോലും വിവേചനം അറിയിച്ചാൽ, എതിർപ്പ് അറിയിച്ചാൽ, ഒന്നല്ലെങ്കിൽ ആ വിവേചനം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഏക രൂപത്തിലെത്തിയതിനു ശേഷം മാത്രമാണ് ഇതുപോലെ സഭയെ പിടിച്ചു കുലുക്കുന്ന തീരുമാനങ്ങൾ സഭയ്ക്ക് കൈക്കൊള്ളാനാകും. അതാണ് സഭയുടെ സിനഡ്, മെത്രാൻ സിനഡ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, 2019 മുതൽ ലോകം മുഴുവൻ കോവിഡിന്റെ കെടുതിയിൽ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കുന്ന സാഹചര്യം, ഈ ഭൂമി കുംഭകോണത്തിനെതിരെ
ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ദൈവജനം, അതിരൂപതയിലെ ദൈവജനം, വിശ്വാസികൾ, വൈദികർ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെ? ഈ പണമെല്ലാം, ഈ കോടാനുകോടി രൂപ എങ്ങോട്ട് മറിക്കപ്പെട്ടു? ആര് കൊണ്ടുപോയി? ഇതിന്റെ ഗുണഭോക്താക്കൾ ആരില്ല? ഇതറിയുവാൻ വേണ്ടി കോവിഡിനെ പോലും അവഗണിച്ച ദൈവജനം ആയിരങ്ങളും പതിനായിരങ്ങളും രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാൻ ഗതിയില്ലാതെ ഈ കോവിഡിന്റെ ഘട്ടകാലത്ത് 2021 ഫിസിക്കൽ ബോഡി കൂടി തീരുമാനമെടുക്കേണ്ട എത്രയും വലിയൊരു സംഭവം ഓൺലൈനിൽ ഏതാണ്ട് 16-18ഓളം മെത്രാന്മാർ വിയോജനം രേഖപ്പെടുത്തിയിട്ട് പോലും 7-8 പേരെ രേഖാമൂലം അറിയിച്ചിട്ട് പോലും ഏകദണ്ഡം എന്ന് പറഞ്ഞുകൊണ്ട് 50-50 കുർബാന അടിച്ചേൽപ്പിക്കുകയാണ്. ഇതെങ്ങനെ ജന്മനാ മുതൽ സ്വീകരിച്ചു വരുന്ന ജനാഭിമുഖ കുർബാനയെ തള്ളി പറയാൻ എറണാകുളത്തെ വിശ്വാസികൾക്കോ വൈദികർക്കോ സാധിക്കുക? ഞങ്ങളുടെ പാലക്കാട്ടിൽ പിതാവിനെ, മൺവൈക്കരി പിതാവിനെ, ലൂയിസ് പഴയപറമ്പിൽ പിതാവിനെ, കണ്ടത്തിൽ പിതാവിനെ, വർക്കി പിതാവിനെ, പടിയറ പിതാവിനെ, കാട്ടുമന പിതാവിനെ, ഇവരെയൊക്കെ കണ്ടു വളർന്ന, ഇവരുടെയൊക്കെ പാത പിന്തുടർന്ന ഞങ്ങൾക്ക് എങ്ങനെ ഇത് സഹിക്കാനാവും? സഭയെ ഓർത്തഡോക്സ് ശൈലിയിലേക്ക് കൊണ്ടേ കെട്ടി ഓർത്തഡോക്സ് തൊട്ടിൽ കെട്ടാൻ വേണ്ടി ചങ്ങനാശ്ശേരി ലോബി ഈ സമയത്ത് കളിച്ച് എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും പലതട്ടിലാക്കി. ചങ്ങനാശ്ശേരിയിൽ നിന്നും, പാലായിൽ നിന്നും, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും, അങ്ങനെ മറ്റു പല ഇടങ്ങളിൽ നിന്നും ചേക്കേറി ഇവിടെ പല ഇടവകകളിലും 3, 4, 5 പേര് വാസമുറപ്പിച്ചിരിക്കെ അതിൽ പലരും ഇടവകകളിൽ ആത്മസ്ഥിതിയിൽ പേര് വരാത്തവർ പോലും ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ 50-50 അനുസരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ഇതിനെ അംഗീകരിക്കാൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങൾ അൽമായ മുന്നേറ്റം പ്രവർത്തകർ ഏതെങ്കിലും ഒരു വൈദികന്റെയോ ഏതെങ്കിലും ഒരു മെത്രാന്റെയോ ഉപദേശം സ്വീകരിച്ചോ അവരുടെ നിലപാടുകളിൽ ആകൃഷ്ടരായോ അവർ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ടോ ഒന്നും പോയതല്ല. ഞങ്ങൾ സത്യത്തിന്റെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ നീതിയുടെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ധാർമ്മികതയുടെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സത്യവും നീതിയും ധാർമ്മികതയും സ്നേഹവും കരുണയും ഇതെല്ലാം കർത്താവിൽ നിന്നുള്ളതാണ്. ആ കർത്താവിന്റെ സഭയിൽ, ആ കർത്താവിന്റെ അഭിഷിക്തർ എന്ന് സ്വയമേവ അഭിമാനിക്കുന്നവർ. എന്നാൽ ഈ 6-7 വർഷക്കാലങ്ങൾക്ക് മുന്നേ ഇവരെ ദൂരെ നിന്ന് കാണുമ്പോൾ ഓടിച്ച ഈശോമിശിഹായെ ക്രിസ്തുവിയായിരിക്കട്ടെ എന്ന് പറയുകയും കൈമുത്തുകയും ചെയ്തിരുന്ന വിശ്വാസികൾ ഇന്ന് എന്തുകൊണ്ട് ഇവരെ കാണുമ്പോൾ എന്തോ ഇഷ്ടമില്ലാത്ത വ്യക്തികളെയോ വ്യക്തിത്വങ്ങളെയോ കാണുന്നത് പോലെ ആയിപ്പോകുന്നു? അതാണ് ഒരു മനുഷ്യനിൽ നിന്ന് ക്രിസ്തുവിന്റെ ചൈതന്യം ഇറങ്ങിപ്പോകുമ്പോൾ അവിടേക്ക് കുടിയേറുന്ന മറ്റൊരു ചൈതന്യമുണ്ട്, പൈശാചികതയുടെ ചൈതന്യം. പൈശാചികതയുടെ നെറ്റിപ്പട്ടം കെട്ടിയവർ മുന്നിൽ വരുമ്പോൾ ദൈവത്തിന്റെ അരൂപി പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. ആ സ്വാഭാവികതയിൽ അസ്വാഭാവികത കടന്നുകൂടി ഇന്ന് എറണാകുളത്ത് വൈദികരും വിശ്വാസികളും നീതിക്ക് വേണ്ടി അഹോരാത്രം മറുപടി കൂട്ടുകയാണ്. ഞങ്ങൾക്ക് നീതി വേണം. നീതി കിട്ടാതെ ഞങ്ങൾ ഒരടി പിന്നോട്ടില്ല. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അനുസരണം എല്ലാവർക്കും ഉള്ളത്. അല്ലാതെ അച്ഛന്മാർക്കൊരു അനുസരണം, മെത്രാന്മാർക്ക് വേറൊരു അനുസരണം, കർദിനാളിന് മറ്റൊരു അനുസരണം, വിശ്വാസികൾക്ക് മറ്റൊരു അനുസരണം. അങ്ങനെ ഒരു അനുസരണയില്ല. ക്രിസ്തു പറയുന്ന അനുസരണം അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഇവർ പറയുന്ന അനുസരണം ബൈബിളില് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരണം. എന്താണ് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരണം? ആ സാമുവേൽ പ്രവാചകന്റെ പുസ്തകം, 1 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം വായിച്ചാൽ അതിന്റെ 22-ാം തിരുവചനം കൃത്യമായിട്ട് പറയും. ആ ഒരു അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്.
നമ്മൾ ബൈബിൾ വായിക്കണം. ബൈബിൾ കക്ഷത്തിൽ വെച്ചുകൊണ്ടാണെന്നാ പോരാ. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. കർത്താവ് പറഞ്ഞത് അനുസരിക്കാതിരുന്നപ്പോൾ അതാണ് അനുസരണം, ആ അനുസരണമാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. തെറ്റ് മാത്രം ചെയ്തു കൂട്ടുന്ന ഒരു സഭാ നേതൃത്വം അവ പറയുന്നത് എന്തും ദൈവത്തിന്റെ വിശ്വാസികൾ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ, വീട്ടില് കള്ളു കുടിച്ച് തോന്നിവാസം ജീവിക്കുന്ന ഒരു പിതാവ് മക്കളോട് പറയുകയാണ്, നിങ്ങൾ അനുസരിക്കണം. ആ മക്കൾ ആരെ അനുസരിക്കും? അപ്പന്റെ എന്ത് നന്മ കണ്ടിട്ടാണ് മക്കൾ അനുസരിക്കുക? നന്മ ചെയ്യുന്ന ഒരു പിതാവ്, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു പിതാവ്, ഈ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുന്ന മാതൃകാ ദമ്പതികൾ, അങ്ങനെയുള്ള ദമ്പതികളിൽ നിന്നുണ്ടാകുന്ന മക്കൾ ആ പിതാവിനെയും ആ മാതാവിനെയും കണ്ട് അനുസരണത്തിന്റെ ബാലപാഠങ്ങളിലൂടെ വഴികളിലൂടെ ചിരിക്കും. എന്നാൽ ഇന്ന് സീറോ മലബാർ സഭയിൽ ഏത് മെത്രാനെ കണ്ട്, ഏത് മെത്രാന്റെ സ്വഭാവ വൈശിഷ്ട്യം കണ്ട് അവരുടെ പാത പിന്തുടരും? ഇല്ല. അങ്ങനെ പിന്തുടരാൻ പറ്റിയ പാത തെളിയിക്കുന്ന ഒരു മെത്രാൻ പോലും ഇന്ന് സീറോ മലബാർ സഭയിലെ സിനഡിൽ അവശേഷിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഇവർ ഒന്നടങ്കം രാജിവെച്ച് ഇറങ്ങിപ്പോയിട്ട് വിശ്വാസികളുടെയും വൈദികരുടെയും, ഇവർ പറയുന്ന 34-35 രൂപതകളില്ലേ, മൊത്തം രൂപതകളിലെ വിശ്വാസികളിൽ നിന്നും വൈദികരിൽ നിന്നും സന്യസ്തരിൽ നിന്നും മറ്റു സമർപ്പിതരിൽ നിന്നും ഇവർ ആലോചന സ്വീകരിച്ച സഭയിലെ മെത്രാന്മാരെ വാഴിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഒരു കാലത്ത് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് മെത്രാൻ തെരഞ്ഞെടുപ്പെന്ന്. പക്ഷെ ഇന്ന് സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലം ആണോ മെത്രാൻ തെരഞ്ഞെടുപ്പ്? ഇന്ന് എന്ത് തോന്നിവാസം കാണിക്കുന്നവരെ മെത്രാന്മാരാക്കുന്നു. അവർ ഈ മാനിക്കയിൽ ഭാഷയുടെ കുരിശൊക്കെ പിടിച്ചാൽ മതി, അവർ 50-50 കുർബാന അർപ്പിച്ചാൽ മതി. എവിടെയാണ് കുർബാനയ്ക്ക് ഏകീകൃത രൂപമുള്ളത്? ചങ്ങനാശ്ശേരി ഇല്ല പല രീതിയിൽ കുർബാനയില്ലെന്നോ, പാലായിൽ പല രീതിയിൽ കുർബാനയില്ലെന്നോ, കാഞ്ഞിരപ്പള്ളിയിൽ പല രീതിയിൽ കുർബാനയില്ലെന്നോ, കോട്ടയത്തെ കാര്യം പിന്നെ പറയേ വേണ്ട. ഇനി എറണാകുളത്ത് മാത്രമാണ് അത് നടക്കുന്നത്. അവിടെ വിരലിൽ എണ്ണാവുന്ന തലതെറിച്ച പിന്തിരിപ്പൻ ശക്തികള് എന്തൊക്കെയോ മാമൂലുകൾ വാങ്ങി എന്തൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവരുടെ പിന്നാലെ പരക്കം പായുന്നുണ്ട് എന്നുള്ളത് സത്യം ആണ്. എന്നിരുന്നാലും എറണാകുളത്തെ 328 ഇടവകകളിൽ 322 പള്ളികളിലും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലി എന്ന് പറയുന്നത് കർത്താവ് സ്ഥാപിച്ച കുർബാനയാണ്, കർത്താവ് അർപ്പിച്ച കുർബാനയാണ്, മാർപ്പാപ്പ അനുഷ്ഠിച്ചു പോരുന്ന കുർബാനയാണ്, ആഗോള കത്തോലിക്ക സഭ അർപ്പിക്കുന്ന ബലിയാണ്. ഇവിടെ നിന്ന് വടക്കോട്ട് പോയാൽ ഏത് രൂപതയിലാണ് ഏകീകൃതമുള്ളത്? ഒരു സ്ഥലത്തും ഏകീകൃതമില്ല. ഏകീകരണം, ഐക്യരൂപം, ഇത് എല്ലായിടത്തും ഒന്നുപോലെ അനുഷ്ഠിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അനുവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ സിനഡ് പറയുന്നത് ശരിയാണ്. പക്ഷെ എങ്ങും ഐക്യരൂപമില്ല. ഐക്യരൂപം എന്ന് പറഞ്ഞുകൊണ്ട് സഭയിലുണ്ടായിരുന്ന ഐക്യത്തെ പാടെ ഉന്മൂലനം ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇന്ന് സഭയിൽ ഉണ്ടായിരിക്കുക. മാർപ്പാപ്പ പറഞ്ഞു ഐക്യരൂപം നല്ലതാണ്, പക്ഷേ ഐക്യരൂപത്തിന് വേണ്ടി സഭയിലെ ഐക്യം നശിപ്പിക്കരുത്, ഇല്ലായ്മ ചെയ്യരുത്. ഐക്യമാണ് പ്രധാനം, സ്നേഹമാണ്, സാഹോദര്യമാണ് പ്രധാനം. അത് നശിപ്പിച്ചുകൊണ്ട് ഒരു സഭയെയും പടുത്തുയർത്താൻ നിങ്ങൾക്ക് ആർക്കുമാവില്ല, നമുക്കാവില്ല മക്കളെ എന്നാണ് പരിശുദ്ധ മാർപ്പാപ്പ അരുൾ ചെയ്തത് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇപ്പോൾ സിനഡിൻ്റെ സർക്കുലർ ചോർന്നു, ആൻഡ്രൂസ് മെത്രാൻ പോപ്പിന് കൊടുത്ത ലെറ്റർ ചോർന്നു. ഇതിനെക്കുറിച്ചൊക്കെ താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ലെ അതിനെയൊക്കെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ 2-2.5 ഏതാണ്ട് 3 വർഷത്തോളം ആകാൻ പോകുന്നു ഈ ഇത്രയും രൂക്ഷമായി സഭയെ പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടു. അതിന് എപ്പോഴും ഇവര് പറയുന്ന ഒരു സംഗതി, മാർപ്പാപ്പ പറഞ്ഞു, ഹോളി സീ പറഞ്ഞു, പൗരസ്ത്യ കാര്യാലയം പറഞ്ഞു, ഓറിയന്റൽ കോൺഗ്രിഗേഷൻ പ്രീഫെക്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഒത്തിരി സർക്കുലറുകളും വീഡിയോ ക്ലിപ്പിങ്ങുകളും ഇവിടെ ഇറക്കി. ഇതിന്റെ എല്ലാം പിന്നിൽ സത്യത്തിന്റെ കണിക പോലുമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇതിന്റെ എല്ലാം ഉറവിടം കർദിനാൾ ആലഞ്ചേരി പിതാവിന്റെയും ആൻഡ്രോസ് മെത്രാപ്പോലീത്തായുടെയും തലയിൽ ഉദിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയെ തേച്ചുട്ടിക്കാൻ പോന്ന
പ്രവർത്തികളുടെ കുൽസിത പ്രവർത്തനങ്ങളുടെ പരിണത ഫലമാണെന്ന് മനസ്സിലായി. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം നമ്മൾ ഈ അടുത്ത് കണ്ടില്ലേ? ഇവരെല്ലാവരും പെർമനന്റ് സെനറ്റൊക്കെ റോമിൽ പോയി. സാധാരണ ഇവര് റോമിൽ പോയാൽ എന്താ, ഈ 3 സെക്കൻഡോ 30 സെക്കൻഡോ കണ്ട് മാർപ്പാപ്പനെ എല്ലാവർക്കും ക്യൂവിൽ നിന്ന് കാണാൻ പറ്റും സാഹചര്യം. ആ സാഹചര്യത്തിൽ പോയി കൈമുത്തി മാർപ്പാപ്പയുടെ മുഖത്തേക്ക് നോക്കും, എന്തെങ്കിലും കൂടെ കൊടുക്കും, അത് വീഡിയോ ആക്കും. എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞു എന്ന് പറഞ്ഞ് ആൻഡ്രൂസ് താഴത്ത് മെത്രാൻ വീഡിയോകൾ ഇറക്കും. ഇത് കൃത്യമായിട്ട് അറിയാവുന്ന എറണാകുളത്തെ വൈദികരും വിശ്വാസികളും കൃത്യമായിട്ട് പറഞ്ഞു, ഇവിടെ മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു സംഗതികളും കൃത്യമായിട്ട് അറിയുന്നില്ല. ഈ കണ്ട 328 ഇടവകളിൽ നിന്നും പാരീഷ് കൗൺസിലുകൾ ഒപ്പിട്ട രേഖകൾ കൊടുത്തുവിടുമ്പോ അവിടെയൊക്കെ അത് തലക്കെട്ട് വെട്ടിച്ചുരുക്കി അവിടെ സഭയുടെ മക്കൾ എന്ന രീതിയിലാണ് പൗരസ്ത്യ കാര്യാലയത്തെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയും അവിടെ അത് മാർപ്പാപ്പയിൽ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം, ഈ റോമിൽ പോയി ഇവര് പോയി, അവർക്കൊന്നും കിട്ടിയില്ല, അവർക്കൊന്നും മിണ്ടാൻ പുറത്തേക്ക് പറയാൻ അവർക്കൊന്നും ഉണ്ടായില്ല. അവസാനം അവര് സിനഡ് വിളിച്ചു. ജൂൺ 14, 2024 ഈ ജൂൺ മാസം 14 സിനഡ് വിളിച്ചു. സിനഡ് 14 വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയാണ് സിനഡ് വിളിച്ചേക്കണേ. ഒറ്റ അജണ്ട ഉണ്ടായിരുന്നു, എറണാകുളം അങ്കമാലി അതിരൂപതയില് വിശുദ്ധ കുർബാന, ഏകീകൃത കുർബാന എങ്ങനെ നടപ്പിലാക്കാം. ഒറ്റ അജണ്ടയുടെ മേൽ സിനഡ് കൂടുന്നു. നോക്കുക, എറണാകുളം സഭയുടെ സാമ്പത്തിക അവസ്ഥയെ ഒക്കെ അങ്ങേറ്റം ചൂഷണം ചെയ്യുകയാണ് ഇവർ. ഇവർക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുന്ന കർത്താവ്, വൈവിധ്യങ്ങളെ സ്നേഹിക്കുന്ന സഭയുടെ തലവൻ മാർപ്പാപ്പ ഈ കാലം മുഴുവൻ ഈ 62 വർഷത്തോളം അരച്ചിച്ചു പോകുന്ന ജനാഭിമുഖ കുർബാന, അല്ലെങ്കിൽ സമ്പൂർണമായ കിഴക്കോട്ട് തിരിഞ്ഞുള്ള കുർബാന, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടും, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സഭയുടെ പഠനങ്ങളിൽ ഒന്നുമില്ല. തിയോളജിക്കലല്ല, കാനോനിക്കലല്ല, ഈ 50-50 സമ്പൂർണ്ണ കിഴക്കൻ അഭിമുഖം ഒക്കെ, സമ്പൂർണ്ണ ജനാഭിമുഖം ഒക്കെ, ഈ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, സഭ ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നു, സ്വീകരിക്കുന്നു. അതുകൊണ്ട് 3 രീതിയിലുള്ള കുർബാനകളും സഭയിൽ അനുവദനീയമാണ് എന്ന് ഒറ്റ വാക്ക് സഭയുടെ തലവൻ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇന്ന് സീറോ മലബാർ സഭയിലുള്ളൂ. എന്നിരിക്കെ ഈ 14 കൂടുന്ന 5 മുതൽ 7 മണി വരെ കൂടുന്ന സിനഡാനന്തര സർക്കുലർ എപ്പോ ഇറങ്ങണം? ഒന്നല്ലെങ്കിൽ അന്ന് 14 7 മണിക്ക് ശേഷം ഇറങ്ങണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇറങ്ങണം. 15 ജൂൺ 15 ഇറങ്ങണം. ഇവിടെ സംഭവിച്ചത് എന്താ? 15/6/24 എന്ന് ഡേറ്റ് ഇട്ടുകൊണ്ട് 9/6/24 14 നടക്കുന്ന സിനഡിന്റെ സെനഡാനന്തര സർക്കുലർ പുറത്തേക്ക് ഇറങ്ങി. കള്ളഷാപ്പുകളിലും ചായക്കടകളിലും എന്ന് വേണ്ട തട്ടുകടകളിലും സകല മുക്കിലും മൂലയിലും 14 നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അന്നാ നടക്കുന്ന സിനഡിൽ ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളുടെ സിനഡാനന്തര സർക്കുലർ 9 കഴിഞ്ഞപ്പോ പുറം ലോകം അറിഞ്ഞു. സകല മുക്കിലും പണ്ട് സിനഡ് ഇടയിലെ സിനഡാനന്തര സർക്കുലർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഭയഭക്തി ബഹുമാനത്തോടെ പഞ്ചപുച്ഛമടക്കിയിരുന്ന, ശ്വാസം വിടാതെ കേട്ടിരിക്കുമായിരുന്നു ദൈവജനം. ഇന്നത്തെ അവസ്ഥ എന്താ? അപ്പോൾ എന്താണ് ഇവിടെ നടന്നത്? ഇവിടെ നടന്നത് പർപ്പസ്ലി വിശ്വാസികളെ കബളിപ്പിക്കുകയാണ് ആൻഡ്രൂസ് മെത്രാൻ ചെയ്തത്. ആൻഡ്രൂസ് മെത്രാനോട് ചേർന്ന് ഏതാണ്ട് നമ്മൾ പറയാറില്ലേ നപുംസകങ്ങളെന്ന്, 2 നപുംസകങ്ങളെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിച്ചിരിക്കുക. കട്ടിൽ പിതാവിലൂടെയും പുത്തൂർ പിതാവിലൂടെയും ആൻഡ്രൂസ് മെത്രാൻ എന്ത് പറയുന്നോ അതിൽ മാത്രം ഒപ്പിടാൻ തയ്യാറായി നിൽക്കുന്ന 2 മെത്രാപ്പോലീത്തന്മാർ. അവരെ നമ്മൾ ഏത് ഭാഷയിലാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാ. പുത്തൂർ പിതാവിനോട് ഞങ്ങൾ അമ്മായ മുന്നേറ്റത്തിന്റെ നേതാക്കന്മാർ ചോദിച്ചു, പിതാവേ, ഈ ലെറ്റർ സത്യത്തിൽ അങ്ങ് കണ്ടോ? അങ്ങ് എഴുതിയതാണോ? ശുദ്ധഗതിക്കാരനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിയില്ല. കട്ടിൽ പിതാവ് എഴുതിയതാണോ?
അല്ല. അല്ല എന്ന് ഞങ്ങൾക്കറിയാം പിതാവേ. പിന്നെ എഴുതാതെ വായിക്കാതെ എന്തുകൊണ്ട് ഈ സർക്കുലർ ഒപ്പിട്ട് പുറത്തേക്ക് വന്നപ്പോ അതിനെതിരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? മറുപടിയില്ല. ഇത് എഴുതിയത് ആരാണെന്ന് പിതാവേ ഞങ്ങൾക്കറിയാം. അതിന്റെ വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഇത് എഴുതിയ ബ്രെയിൻ അതാരാണെന്ന് ഞങ്ങൾക്കറിയാം പിതാവേ. മറുപടി പിതാവിനുണ്ടായിരുന്നില്ല. ഇതാണ് സഭയിൽ നടക്കുന്നത്. ഇവരറിയാതെ ദൈവജനത്തെ കബളിപ്പിച്ചുകൊണ്ട് ഇവരുടേതായി സർക്കുലറുകൾ ഇറങ്ങുക. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഇവിടെ നമ്മൾ നിസ്സംഗരായി നിന്നാൽ, ഇവിടെ നമ്മൾ നിശബ്ദത പാലിച്ചാൽ ഇതല്ലേ മുന്നോട്ട് പിന്തുടരുകയുള്ളൂ? അതുകൊണ്ട് ആത്മായ മുന്നേറ്റം ശക്തമായ തീരുമാനത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ 9-ാം തീയതി ഇറങ്ങിയ ലീക്കായ സർക്കുലർ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ആ സർക്കുലർ തന്നെ ഔദ്യോഗികമായ ലെറ്റർ ഹെഡിൽ ഇതേ കട്ടിൽ പിതാവും ഇതേ പുത്തൂർ പിതാവും ഒപ്പിട്ട് പിറ്റേ ദിവസം പരവരവരെ വിളിക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് പാതിരാവിൽ ഇറങ്ങിയെങ്കിൽ മറ്റത് വെളുപ്പാങ്കാലത്ത് ഇറങ്ങി. ഇതിനകത്ത് എന്താണ് ക്രിസ്തീയത? ഇതിനകത്ത് എവിടെയാണ് ക്രൈസ്തവികത? ഇതിനകത്ത് എവിടെയാണ് മാനവികത? ഒന്നും ഇവരിൽ തൊട്ടു തീണ്ടിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോ ഇതാ വരുന്നു പൊണ്ടിഫിക്കൽ സീക്രട്ട് പുറത്തേക്ക്. പൊണ്ടിഫിക്കൽ സീക്രട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെത്രാപ്പോലീത്ത മാർപ്പാപ്പയ്ക്ക് എഴുതിയാൽ ആ രണ്ട് വ്യക്തികളല്ലാതെ മൂന്നാമതൊരു വ്യക്തി കാണാൻ പാടില്ല. അതാണ് പൊണ്ടിഫിക്കൽ സീക്രട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് ഒരു കത്തെഴുതി എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും പുത്തൂർ പിതാവിനെയും തട്ടിൽ പിതാവിനെയും സിനഡിനെ മുഴുവനെയും പരിശുദ്ധ മാർപ്പാപ്പയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ചതിച്ചുകൊണ്ട്, വഞ്ചിച്ചുകൊണ്ട് ആൻഡ്രൂസ് താഴത്ത് മെത്രാൻ എഴുതിയ ഒരു കത്ത് ലീക്കായി. ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവർ എത്ര രഹസ്യമായും ഗൂഢമായും ഗോപ്യമായും ഓരോന്ന് ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് ഇവരിലൂടെ തന്നെ പ്രവർത്തിക്കുന്നു. സംഗതി പുറത്തേക്ക് പോകുന്നു. ഞങ്ങൾക്കാർക്കും മൗണ്ടിൽ യാതൊരു സ്വാധീനമില്ല. ആ സാധനങ്ങളൊക്കെ പുറത്തേക്ക്, ആദ്യത്തെ സർക്കുലർ, ശനിയാനന്തര സർക്കുലർ ഒരാഴ്ച മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയത് ഞാൻ പറയുന്നില്ല, 2 വ്യക്തികളിലൂടെയാണ്. ആ വ്യക്തികളുടെ പ്രത്യേകത ഞാൻ പറയുന്നില്ല. ഈ മൗണ്ട് എത്രമാത്രം, സിനഡ് എത്രമാത്രം, മെത്രാന്മാർ എത്രമാത്രം, സഭ എത്രമാത്രം അധപതനത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ മെത്രാന്മാരുടെ, ഈ സഭാ നേതൃത്വത്തിന്റെ പ്രവർത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ പൊണ്ടിഫിക്കൽ സീക്രട്ട് ആ കത്തിൽ എറണാകുളത്തെ വിശ്വാസികൾ, എറണാകുളത്തെ വൈദികർ ഏതോ തീവ്രവാദ സംഘടനകളുടെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. ഏതോ തീവ്രവാദ സംഘടനകളുടെ ഭാഗമായി തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് പറ്റി സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് എറണാകുളത്തെ വൈദികരും എറണാകുളത്തെ വിശ്വാസികളും എന്ന് ആണ് ആൻഡ്രൂസ് മെത്രാൻ അതിനകത്ത് എഴുതി പിടിപ്പിച്ചത്. ഈ പൊണ്ടിഫിക്കൽ സീക്രട്ട് ആണ് പുറത്തേക്ക് വന്നത്. അപ്പൊ അദ്ദേഹം അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ പുത്തൂർ പിതാവിനെ വഞ്ചിച്ചു. സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിനെ വഞ്ചിച്ചു. ഇതിനേക്കാളെല്ലാം ഉപരി പരിശുദ്ധ മാർപ്പാപ്പയെ വഞ്ചിച്ചു. ദൈവജനത്തെയും വൈദികരെയും ചതിച്ചു. ഇവിടെ പുത്തൂർ പിതാവിനോട് ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പിതാവേ, എന്തുകൊണ്ട് അങ്ങയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന അങ്ങയുടെ മക്കൾ വൈദികരും ഈ 6 ലക്ഷം വരുന്ന വിശ്വാസികളും തീവ്രവാദികളാണെന്നും അവർ തീവ്രവാദികളുടെ ഫണ്ട് പറ്റിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ സഭയ്ക്കെതിരായി ഈ ഫണ്ട് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊരു ലെറ്റർ പുറത്തേക്ക് മാർപ്പാപ്പയ്ക്ക് വിട്ടത് പുറത്തേക്ക് ഒഴുകിയപ്പോൾ പിതാവ് ചോദിച്ചോ ആൻഡ്രൂസ് മെത്രാനോട്, എന്താണ് പിതാവേ, എന്റെ മക്കൾ, എന്റെ വൈദികർ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് എവിടെ പിതാവ് എന്ന് ചോദിച്ചോ? ആ തെളിവ് പിതാവിന് കിട്ടിയോ? ഉത്തരമില്ല. ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല. കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞോ?
അദ്ദേഹം കാണുകയും കേൾക്കുന്ന സംഗതി അദ്ദേഹം അറിഞ്ഞിട്ട് ചോദ്യം ചെയ്യാനുള്ള ആത്മീയ ചങ്കുറപ്പ് ഈ പിതാവിന് നല്ല ഒരു പിതാവിനും ഉണ്ടായില്ല. അല്ലെങ്കിൽ ദൈവജനം സഭയ്ക്കെതിരെ തീവ്രവാദ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു എന്ന ഏതെങ്കിലും ഒരു മെത്രാനോ സാധാരണ മനുഷ്യൻ പറഞ്ഞാൽ പോലും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? എന്തുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ അത് ചോദ്യം ചെയ്തില്ല? അവസാനം 5 മെത്രാന്മാർ ഡിസന്റ് നോട്ട് കൊടുത്തു. അവർ ശക്തമായിട്ട് പറഞ്ഞു, ഇത് തെറ്റാണ്, ഇത് ശരിയല്ല. ഇന്നിപ്പോ അവരുടെ അനക്കം കേൾക്കുന്നില്ല. എന്താണ് സംഭവിച്ചേക്കണം നമുക്ക് അറിയാൻ പാടില്ല. തെറ്റായ ചെയ്തികളും അവരുടെ നിലപാടുകളും അനുസരിക്കാത്ത വൈദികരെയും വിശ്വാസികളെയും ഇവരൊന്നടങ്കം മഹറോൻ ചൊല്ലുന്ന ഇപ്പൊ പറയുന്നത്. ജൂലൈ 3-ാം തീയതി കഴിഞ്ഞാൽ ഈ 450 വൈദികന് സഭയിലുണ്ടാവില്ല, ഈ ആത്മായ നേതൃത്വ സഭയിലുണ്ടാവില്ല. ഇവരെയൊക്കെ മഹറോൻ ചൊല്ലും. ഇവരൊക്കെ ഏത് ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇരുണ്ട കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ അതിന് വേണ്ട ചർച്ചകളും കാര്യങ്ങളും നടക്കും. ഇത് ഒരു ചർച്ചകളും കാര്യങ്ങളും നടക്കാതെ പുറത്തിരിഞ്ഞ് നിന്നില്ല എങ്കിൽ നിങ്ങളെ മഹറോൻ ചൊല്ലും. സഭാകോടതി പ്രതിഷ്ഠിക്കും. ഇത് എന്താ ഇത്? അൽമായ മുന്നേറ്റം എന്ന സംഘടന ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം ശരിയോ തെറ്റോ? അത് ഏതെങ്കിലും വൈദികരെ കണ്ടുകൊണ്ടോ ഏതെങ്കിലും വൈദികന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടോ ഇവരുടെ ആരുടെയെങ്കിലും നിലപാടുകളിലേക്ക് നോക്കിയിട്ടോ എടുത്ത ഒരു തീരുമാനം അല്ല അൽമായ മുന്നേറ്റത്തിന്റെ തീരുമാനം. അൽമായ മുന്നേറ്റത്തിന്റെ തീരുമാനം അൽമായ മുന്നേറ്റത്തിന്റെ തീരുമാനമാണ്. ഞങ്ങൾക്ക് ഈ 50-50 കുർബാനയെ കുറിച്ചോ ഈ ജനാഭിമുഖ കുർബാനയെ കുറിച്ചോ ഏകീകൃത രീതിയെ കുറിച്ചോ ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഈ 60 വർഷക്കാലം പരിശുദ്ധമായി ആചരിച്ചു പോന്ന വിശുദ്ധ കുർബാന, ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റ് ആണെന്ന് പ്രഖ്യാപിച്ച സിനഡ് അത് എന്ന് ലിസിറ്റാണ് എന്ന് പ്രഖ്യാപിക്കുന്നുവോ അന്ന് മാത്രമേ ഒരു ചർച്ചയ്ക്ക് പോലും അൽമായ മുന്നേറ്റം തയ്യാറാവൂ. അല്ലാതെ വാച എന്തെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ഒരു ചർച്ചകളെയും 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ അൽമായ മുന്നേറ്റം തയ്യാറല്ല. അതുപോലെ തന്നെ അനുസരണം പഠിപ്പിക്കുന്ന ഈ മെത്രാന്മാര്, ഈ സിനഡ്, പരിശുദ്ധ മാർപ്പാപ്പ ആദ്യം പറഞ്ഞത് കുർബാന ഇങ്ങനെ ചെല്ലണം അങ്ങനെ ചെല്ലണമെന്നല്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭൂമി കുംഭകോണം നടന്നു എന്ന് ഉറപ്പായി സകല സാഹചര്യങ്ങളുടെയും കമ്മീഷനുകളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പായ കർദിനാൾ ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഭൂമി കുംഭകോണം നടന്നു എന്ന് ഉറപ്പായി. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇത്ര കോടികളുടെ നഷ്ടം മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഉണ്ടായി എന്ന് ബോധ്യമായി. അതുകൊണ്ട് റെസ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കണം. റെസ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ കുറെ പൈസ കൊടുത്ത് 40 കോടി 50 കോടി 100 കോടി കൊടുത്ത് അത് ഇല്ലായ്മ ചെയ്യാന്നല്ല, നഷ്ടപ്പെട്ട പണം കൊടുക്കുന്നതോടൊപ്പം പ്രായച്ചിത്തം കൂടി ചെയ്യണം, പരിഹാരം ചെയ്യണം, പ്രായച്ചിത്തം ചെയ്യണം, തെറ്റേറ്റ് പറയണം. അവിടെയാണ് ഈ 50-50 കുർബാന വന്നത്. പ്രായച്ചിത്തം ചെയ്യേണ്ടി വരും. അപ്പോ അങ്ങനെ വരുന്ന ഒരു തീരുമാനത്തെ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. 50-50 കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ പരസ്യമായി തള്ളിക്കളയുകയാണ്. ഞങ്ങളുടെ ജീവവായുവാണ്, ഞങ്ങളുടെ ചങ്കിന്റെ ഭാഗമാണ് ക്രിസ്തു സ്ഥാപിച്ച കുർബാന, ക്രിസ്തു അർപ്പിച്ച കുർബാന. ക്രിസ്തു അർപ്പിച്ചത് ഗാഗുൽത്തായുടെ ബലിവേദിയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 ആളുകളാൽ ഈ കണ്ട തന്നെ ക്രൂശിക്കാൻ വന്നവരുടെയും അവിടെ കൂടിയ ജനത്തിന്റെയും നേരെ തിരിഞ്ഞുകൊണ്ടാണ്. അത് തലതിരിഞ്ഞാകാമായിരുന്നു. നേരെ നോക്കി കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി കൂടെ നടന്ന ശതാധിപൻ പോലും വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് പറയാൻ തക്ക സാഹചര്യം ഉണ്ടായത്
അത് ജനാഭിമുഖമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ജനാഭിമുഖമായിരുന്നില്ലായിരുന്നുവെങ്കിൽ ശതാധിപന് മാനസാന്തരം ഉണ്ടാകുമായിരുന്നില്ല. അവിടെയാണ് ബൈബിൾ പറയുന്നത്, ജെറുസലേം ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ അടിവരെ രണ്ടായി പിളർക്കപ്പെട്ട് കീറിപ്പോയി, പാറകൾ പിളർന്നു. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് ക്രിസ്തു ബലിയർപ്പിച്ചപ്പോൾ, ഗാഗുൽത്തായുടെ വിരിമാറി ബലിയർപ്പിച്ചപ്പോൾ സംഭവിച്ചത്. ആ രണ്ടായി കീറി തുറന്നു കൊടുത്ത സഭയെയാണ് ഇന്ന് അടച്ചുപൂട്ടി പുറംതിരിഞ്ഞ് കർത്തനിട്ട് ദൈവജനത്തിന് അപ്രാപ്യമാകുന്ന രീതിയിൽ നടത്തുവാനായിട്ട് ഈ സഭാ നേതൃത്വം തയ്യാറാകുന്നത്. ഇവരുടെ പോക്കോ എങ്ങോട്ടാണ്? കാളവണ്ടി യുഗത്തിലേക്കോ അതോ അതിനേക്കാൾ മോശമായ യുഗത്തിലേക്കോ? ഇത് 21-ാം നൂറ്റാണ്ട്. 21-ാം നൂറ്റാണ്ടിനെയും അതിനുശേഷമുള്ള നൂറ്റാണ്ടുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് 1962 ജോൺ 23-ാം മാർപ്പാപ്പയും അതിനുശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന പോളാറമൻ മാർപ്പയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ഏതാണ്ട് 4000-ഓളം വരുന്ന കർദിനാളന്മാര്, മെത്രാപ്പൊലീത്തമാര്, മെത്രാന്മാര്, വൈദിക പ്രതിനിധികള്, സന്യാസ സഭാ പ്രതിനിധികള്, മറ്റു മതസ്ഥര്, ഇവരൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് 3 വർഷക്കാലത്തെ പ്രാർത്ഥനയുടെയും പ്രയത്നത്തിന്റെയും പഠനത്തിന്റെയും ഉപവാസത്തിന്റെയും ഒക്കെ പരിണിത ഫലമായി രൂപപ്പെട്ട 2ാം വത്തിക്കാൻ കൗൺസിലിലെ ചൈതന്യമാണ് ദേവാലയങ്ങൾ മലർക്കെ തുറന്നിടുക. കാറ്റും വെളിച്ചവും സഭയിൽ പ്രവേശിക്കട്ടെ. ജനം, ദൈവജനമൊന്നുമല്ല, ജനം, മനുഷ്യർ ദൈവത്തെ അറിയട്ടെ. വിശുദ്ധ കുർബാനയിലൂടെയാണ് ദൈവത്തെ, കർത്താവിനെ ജനം, മനുഷ്യർ മനസ്സിലാക്കുകയുള്ളൂ, അറിയുകയുള്ളൂ. അതുകൊണ്ട് പ്രാദേശിക ഭാഷകളും പ്രാദേശിക സംസ്കാരങ്ങളും ഉൾക്കൊണ്ട് അവരോട് ഉൾച്ചേർന്ന് അവരെ ചേർത്ത് നിർത്തി ഉസൈയോൻ ഊട്ടുശാലയിൽ വട്ടത്തിൽ ചേർത്ത് ഇരുത്തി കുർബാന അർപ്പിച്ചതുപോലെ കുർബാന അർപ്പിക്കപ്പെടണം. എന്റെ ബലി അങ്ങനെ അർപ്പിക്കപ്പെടണം. അത് ആ ചൈതന്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപത ശിരസ വഹിച്ചതും ഏറ്റെടുത്തതും നടത്തിക്കൊണ്ട് പോരുന്നതും. അതിനെതിരെ ആര് കാലിളകിയിട്ടും കാര്യമില്ല. ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് സത്യത്തിന്റെ വിജയത്തിനാണ്, നീതിയുടെ വിജയത്തിനാണ്, നന്മയുടെ വിജയത്തിനാണ്. നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാനും ധാർമ്മിക മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാനുമുള്ള ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ ആണുവിട വ്യതിചരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ഇന്ന് 16 കൊറോണകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹറോൻ ചൊല്ലുമെന്ന് പറഞ്ഞിട്ട് പോലും, കല്യാണം നടത്തിക്കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും, ഈ പെരുമഴയുടെ കാലത്ത് പെരുമഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ 16 കൊറോണകളിൽ നടക്കുന്ന ജനാഭിമുഖ വിരുദ്ധ നിലപാടുകൾക്കെതിരെ സഭയെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ നടത്തപ്പെടുന്ന കൺവെൻഷനുകളിലേക്ക് ആബാലവൃതം ജനങ്ങൾ, സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായഭേദമന്യേ ഒഴുകിയെത്തുന്നതിന്റെ കാരണം അതാണ്. സഭാ നേതൃത്വത്തിന്റെ തെറ്റായ ചെയ്തികളെ, അവരുടെ തെറ്റായ നിലപാടുകളെ ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുന്നു, തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് ദൈവജനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. മഹറോൻ ചൊല്ലുമെന്ന് പറഞ്ഞിട്ട് പോലും വൈദികർ, സന്യസ്തർ അതിന്റെ മുൻനിരകളിൽ സ്ഥാനം പിടിക്കുന്നതും ഈ ക്രിസ്തുവിന്റെ ചൈതന്യം അത് ഉള്ളിൽ പേർന്നതുകൊണ്ടാണ്. അവർ സ്വീകരിച്ചിരിക്കുന്ന പൗരോഹിത്യം അത് ക്രിസ്തുവിന്റെ പൗരോഹിത്യമായതുകൊണ്ടാണ്. അവർ സ്വീകരിച്ചിരിക്കുന്ന സന്യാസം അത് ക്രിസ്തുവിന്റെ സന്യാസമായതുകൊണ്ടാണ്. ഈ വിശ്വാസികൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അത് ക്രിസ്തു സ്നേഹമായതുകൊണ്ടാണ്. നിന്റെ സഹോദരനെ വേണ്ടി, സഹോദരനെ പ്രതി സ്വന്തം ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സാകുന്ന ക്രിസ്തു സ്നേഹമാണ് ഞങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നതും ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ നിലപാടിൽ നിലനിർത്തുന്നതും. അതുകൊണ്ട് സ്നേഹ ബഹുമാനപ്പെട്ട മെത്രാന്മാരെ, എനിക്ക് നിങ്ങളോട് പറഞ്ഞു വയ്ക്കുവാനുള്ളത് ഒന്ന് മാത്രമാണ്. ഈ വിശ്വാസികളുടെ, ഈ ദൈവജനത്തിന്റെ കണ്ണുനീർ നിങ്ങൾ കാണണം. ഈ ദൈവജനത്തിന്റെ ഹൃദയമെടുപ്പ് നിങ്ങൾ കേൾക്കണം. ഈ ദൈവജനത്തിന്റെ സ്വരം നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചുകൊണ്ട്, കണ്ടുകൊണ്ട്, കേട്ടുകൊണ്ട് നിങ്ങൾ അവരുടെ ഭാഗമാകണം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയെയും ചങ്ങനാശ്ശേരി മെത്രാനായിരുന്ന പൗവത്തിൽ മെത്രാനെയുമൊക്കെ കുറ്റം പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങളൊരു ചങ്ങനാശ്ശേരിക്കാരനാണെന്ന് നിങ്ങൾ തന്നെ പറയാതെ പറഞ്ഞു കഴിഞ്ഞു.
നിങ്ങൾ ബിഷപ്പ് പൗത്തലിൻ്റെ ആളാണെന്ന് നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് എനിക്ക് വളരെ സ്ഫുടമായിട്ട് മനസ്സിലാകുന്നു. ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു രീതിയിൽ ഉള്ളൊരു ചോദ്യം ചോദിക്കാതിരിക്കുന്നതിൽ എൻ്റെ നിലപാട് മനസ്സിലാക്കിയ നിങ്ങൾ ആ അർത്ഥം വരുന്നൊരു ചോദ്യം ചോദിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഞങ്ങൾ എറണാകുളത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി എന്നോ പാലായി എന്നോ കാഞ്ഞിരപ്പള്ളി എന്നോ തൃശ്ശൂരെന്നോ മാനന്തവാടി എന്നോ താമരശ്ശേരി എന്നോ ഒന്നും ഞങ്ങൾക്ക് വ്യത്യാസമില്ല. എങ്ങനെയുണ്ടായി ഈ വ്യത്യാസം? ആരുണ്ടാക്കി ഈ വ്യത്യാസം? എൻ്റെ ഒരു പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. എൻ്റെ ഒരു ചേട്ടത്തിയമ്മ ചങ്ങനാശ്ശേരി രൂപതയാണ്. അങ്ങനെ ചങ്ങനാശ്ശേരി രൂപതയായിട്ട് ഒത്തിരി ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളെ വേരറുത്ത് കളഞ്ഞതാരാ? അത് ചങ്ങനാശ്ശേരി ബിഷപ്പ് പൗത്തലിന്റെ നേതൃത്വത്തിൽ പണ്ട് പൊടിപാറ അച്ഛൻ കൊടുത്ത സംഗതി. അദ്ദേഹം കൊടുത്തത് ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എറണാകുളത്തെ നശിപ്പിക്കാൻ കൽദായവൽക്കരണമായിട്ട് വന്ന ബിഷപ്പ് പൗത്തലാണ് എറണാകുളത്തെ നശിപ്പിക്കുക എന്ന അജണ്ടയുമായി രംഗത്തേക്ക് വന്നത്. എന്നിട്ടും ഈ കണ്ട കാലം മുഴുവൻ ഞങ്ങൾ അതിനെതിരെ ശബ്ദിക്കുക പോലും ചെയ്തിട്ടില്ല. ഇതെല്ലാം ശരിയാകുമെന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ കടന്നുപോയത്. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് എന്നാൽ ഇവരെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ ആദ്യം സാമ്പത്തികം തകർക്കാമെന്ന് കരുതി ഭൂമി കുംഭകോണം നടത്തി. അത് കഴിഞ്ഞ് ധാർമ്മികതയുടെ വശങ്ങൾ നമ്മൾ കള്ളക്കച്ചവടം നടത്തി. അതുകൊണ്ട് എറണാകുളം അങ്കമാലി അവധി കോടികൾ ഇൻകം ടാക്സിന് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇതൊക്കെ ധാർമ്മികതയെ പിടിച്ചുലയ്ക്കുന്ന, ഇവിടെ ഒന്നും എറണാകുളത്തെ വിശ്വാസികൾ തോൽക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവരുടെ ചങ്കിന് തന്നെ കത്തി വെച്ചേക്കാമെന്ന് കരുതി അവർ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിശുദ്ധ കുർബാനയിൽ കയറി പിടിച്ചത്. വിശുദ്ധ കുർബാനയിൽ യുദ്ധം ഉണ്ടാക്കുന്ന ആരാണ്? ഈ വിശുദ്ധ കുർബാനയെ അല്പം പോലും ഇഷ്ടമില്ലാത്തതാർക്കാ? പിശാചിനാണ് വിശുദ്ധ കുർബാന ഇഷ്ടമില്ലാത്തത്. വിശുദ്ധ കുർബാനയിൽ അന്തചിത്രമുണ്ടാക്കി വിശ്വാസികളെ തമ്മിലടിപ്പിക്കേണ്ടത് സാത്താന്റെ ഉത്തരവാദിത്വമാണ്. അവൻ രൂപം കൊണ്ടത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിൽ നിന്ന് ക്രൈസ്തവരെ, ക്രിസ്ത്യാനികളെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ വേർതിരിക്കുക, മാറ്റി നിർത്തുക, അവരെ നരകതുല്യരാക്കുക എന്ന ചിന്ത അത് പിശാചിൻ്റെതാണ്. അത് സാമ്പത്തികത്തിലും പറ്റില്ല, മറ്റ് സ്ഥാനമാനങ്ങളിലും പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അത് എവിടെ നടക്കുമെന്ന ശരിയായ ചിന്ത, പിശാചിന്റെ പ്രവർത്തനം, അത് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയെ കയറി പിടിച്ചു. അപ്പോൾ ഇവിടെ ചങ്ങനാശ്ശേരി എന്നോ പാറ എന്നൊക്കെ പറഞ്ഞ് എറണാകുളം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വേർതിരിക്കാൻ മിസ്റ്റർ ജിജോ കടവിൽ തയ്യാറാകരുത്. ഞാൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നിലവിലും ഭാവിയിലും ഞാൻ എറണാകുളംകാരൻ തന്നെയാണ്. പക്ഷേ ഞാൻ പച്ചയായൊരു മനുഷ്യനാണ്. ഞാൻ ക്രിസ്തുവിനെ അനുനയിക്കുന്നവനാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം ചങ്ങനാശ്ശേരിക്കാരനും പാലക്കാരനുമായിട്ടൊന്നുമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ മനുഷ്യനായി കണ്ട് ആ മനുഷ്യനിൽ സൃഷ്ടികർത്താവായ ദൈവത്തെ ദർശിച്ച് മുന്നേറാനാണ് എൻ്റെ പൂർവ്വപിതാക്കന്മാരും എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളും എൻ്റെ സഭയിലെ വൈദികരും സന്യസ്തരും ഒക്കെ എന്നെ പഠിപ്പിച്ചത്. ആ ഒരു പാതയിലൂടെയല്ലാതെ മറിച്ചൊരു പാത സ്വീകരിക്കാൻ ഞങ്ങൾക്ക് എറണാകുളത്തെ വിശ്വാസികൾക്ക് സാധിക്കില്ല, എറണാകുളത്തെ വൈദികർക്ക് സാധിക്കില്ല. ഞങ്ങൾക്കിടയിൽ വേറുകൂറുണ്ടാക്കിയത് ചങ്ങനാശ്ശേരിയാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ ഭിന്നിക്കില്ല. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇത്രയും നല്ലൊരു അഭിമുഖം ഞങ്ങൾക്ക് നൽകിയ ശ്രീ പ്രകാശ് വി ജോണിന് മരിയ വിഷൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.